ഹായ് വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് നമുക്ക് നയാഗ്ര ഫോൾസിലെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട് ട്രിപ്പിന് പോയാലോ? അപ്പം ഞാൻ ഇതിനകത്ത് നയാഗ്ര ഫോൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ ഇൻഫർമേഷനും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കല്ലേ. നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്കിലാണ് ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്യൂ ഉണ്ടാവും മെയ്ഡ് ഓഫ് ദ മിസ്റ്റിന്. ആ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് വന്നാലും അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്യൂവിൽ നിൽക്കുക, ക്യൂവിൽ നിന്ന് കഴിയുമ്പോൾ കണ്ടാൽ നമുക്ക് പോഞ്ചോസ് തരും ഇവർ. പോഞ്ചോസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം നമ്മുടെ ദേഹത്ത് നനയാതിരിക്കാൻ ഒരു ഏപ്രൺ ആണ്, ലൈക്ക് വാട്ടർ പ്രൂഫ് ഏപ്രൺ പോലെ. എന്നിട്ട് ഈ ബോട്ടിൻ്റെ അവിടെ നമ്മൾ ക്യൂവിൽ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ആ ബോട്ടിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ ആൾക്കാർ ഇറങ്ങും. അവർ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോഞ്ചോസ് മാത്രമാണ് അവർ തരുന്നത്. നമ്മളപ്പോൾ ഒരു ചെരുപ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സ്ലിപ്പർ ഇട്ടിട്ട് പോയത്, കാരണം നമുക്ക് നനഞ്ഞാലും കുഴപ്പമില്ലാത്ത സ്ലിപ്പർ ഇടുക, അതുപോലെ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ഇത് വേണം ഇടാൻ വേണ്ടിയിട്ട്, ക്ലോത്ത്സ് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇച്ചിരി നനഞ്ഞാലും അത് പെട്ടെന്ന് ഉണങ്ങിപ്പൊക്കോളും. അപ്പം നമ്മൾ ഈ ബോട്ട് റൈഡ് എന്ന് പറയുന്നത് റെയിൻബോ ബ്രിഡ്ജിൻ്റെ അടുത്താണ് നമ്മളത് തുടങ്ങുന്നത്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റ് ഉള്ള ബോട്ട് റൈഡാണ്. അപ്പം നമ്മൾ അത് ഈ ബോട്ട് റൈഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഈ വാട്ടർഫോൾസ് കാണുന്നുണ്ടല്ലോ, ഈ മെയിൻ ആദ്യം കാണുന്നതാണ് അമേരിക്കൻ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് യു എസ് സൈഡിൽ നിന്ന്, ന്യൂയോർക്ക് സൈഡിൽ നിന്നാണ് നമ്മളിത് പോകുന്നത്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വാട്ടർഫോളാണ്, ആദ്യം കാണുന്ന വലിയ വാട്ടർഫോളാണ് അമേരിക്കൻ വാട്ടർഫോള്. അതിൻ്റെയും രണ്ടാമത് ഒരു ചെറിയ വാട്ടർഫോള് കാണുന്നതാണ്, മിഡിലിൽ കാണുന്നതാണ് ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വാട്ടർഫോളിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയ ഐലൻഡ് പോലെയുണ്ട്, അതിനെയാണ് ലൂണ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാട്ടർഫോളും ന്യൂയോർക്കിൻ്റെ സൈഡിലാണ് ഈ രണ്ട് വാട്ടർഫോളും കാണുന്നത്. ഇപ്പം ഇതിനകത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ പറയുകയാണെങ്കിൽ ഈ ആദ്യത്തെ അമേരിക്കൻ വാട്ടർഫോൾസ് ഒരു 100-110 ഫീറ്റ് ഒക്കെ ഉയരത്തിലാണ്. മറ്റേ അതിന് ഒരു 75,000 ഗാലൻസ് പെർ സെക്കൻഡാണ് ആ വാട്ടർ വരുന്നത്. ഇനി രണ്ടാമത്തെ വാട്ടർഫോൾ ബ്രൈഡൽ വെയിൽ എന്നുള്ള പേര് കിട്ടാൻ തന്നെ അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയ വാട്ടർഫോളാണ്. അപ്പം നമ്മുടെ ഈ ബ്രൈഡ്സ് ഒക്കെ വധുവൊക്കെ മൂടുപടം എടുത്തില്ലേ, നെറ്റ് എടുത്തില്ലേ, അത് ചെറിയൊരു തിന്നായിട്ടുള്ള ഇതല്ലേ നെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് അതിന് ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്നുള്ള പേര് കിട്ടിയത്. അത് ഒരു 100 അടിയൊക്കെ ഹൈറ്റ്. അപ്പോൾ വലിയ ഹൈറ്റ് ഡിഫറൻസ് ഇല്ല ഈ രണ്ട് ഫോൾസും തമ്മിൽ. പക്ഷേ അതിലെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15,000 ഗാലൻസ് പെർ സെക്കൻഡ് ഒക്കെയാണ്. അപ്പോൾ വളരെ കുറച്ച് വെള്ളമാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നതുള്ളൂ. അത് നല്ല ഭംഗിയാണ്. നമ്മൾ ഇത് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നുള്ള പേര് തന്നെ ഈ ബോട്ട് റൈഡിന് കിട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടോ മിസ്റ്റ് കണ്ടോ? ആ മിസ്റ്റി സ്പ്രേ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ എന്നാ പറയുക നയന മനോഹരം എന്നൊക്കെ പറയുന്ന പോലെ ബ്രെത്ത് ടേക്കിംഗ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിക്കെല്ലാം നല്ല മഴവില്ല് ഇങ്ങനെ വിരിഞ്ഞ് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നനയും എന്ന് വെച്ചാൽ അധികമൊന്നും പക്ഷെ നനയുന്നില്ല. നമ്മൾ ഈ വാട്ടർ പ്രൂഫായിട്ടുള്ള ഏപ്രിൽ പ്രോപ്പർലി നമ്മളത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികമായിട്ടൊന്നും നനയത്തില്ല. പിന്നെ ഇതിനകത്ത് ഒരു 50-75% വാട്ടറും കണ്ട ഈ നടുക്ക് കാണുന്നത് കേട്ടോ ബ്രൈഡൽ വെയിൽ ഫോൾസ്. അത് ചെറുതാണ്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ രണ്ടിലും നടുക്കുള്ള ഐലൻഡ് കണ്ടില്ലേ, ലൂൺ ഐലൻഡ്. അപ്പോൾ ഇതിൽ ഇലക്ട്രിസിറ്റി ഒരു 75% വാട്ടറും ഇലക്ട്രിസിറ്റി US-ഉം കാനഡയും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിനുള്ള പവർ സ്റ്റേഷൻസിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അത് രാത്രിയാണ് കൂടുതലും ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം അത്രയും നല്ല ടൂറിസ്റ്റ് അട്രാക്ഷനും ഇത് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്കും ഉപയോഗിക്കും.
ഇനി ബ്രൈഡൽ വെയിൽ ഫോൾസിന്റെ കഴിഞ്ഞിട്ടുള്ള ഐലൻഡാണ് ഗോട്ട് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ബ്രൈഡൽ വെയിൽ ഫോൾസിന്റെയും ഹോഷു ഫോൾസ് അഥവാ കനേഡിയൻ ഫോൾസ് എന്ന് പറയും. കാരണം അത് കൂടുതലും ആ ഫോള് കൂടുതലും കനേഡിയൻ സൈഡിൽ, അതിന്റെ 90% കനേഡിയൻ സൈഡിലും 10% മാത്രം US സൈഡിലുള്ളത് കൊണ്ടാണ് അതിനെ കനേഡിയൻ ഫോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഫോളിന്റെ ഇടയ്ക്കുള്ള ഐലൻഡിനെയാണ് ഗോട്ട് ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ വെള്ളം എവിടുന്നാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഫോൾസ് വരുന്നതുണ്ടല്ലോ, അത് നയാഗ്ര റിവർ ആണ്. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ലേക്കിൽ നിന്നാണ് ഈ വെള്ളം ആദ്യം വരുന്നത്. അത് ലേക്ക് എറി, ഏഹ്, അത് ലേക്ക് എറിന്ന് നയാഗ്ര റിവർ, അത് ആ വെള്ളം വീഴുന്നുണ്ടല്ലോ, അത് നയാഗ്ര റിവറിൽ നിന്നാണ് നയാഗ്ര ഫോൾ ആയിട്ട് വെള്ളം വീഴുന്നത്. അത് കഴിഞ്ഞിട്ട് ലോവർ നയാഗ്ര റിവർ, അതാണ് നമ്മൾ ഈ ബോട്ട് റൈഡ് പോകുന്നത്, അതും നയാഗ്ര റിവർ തന്നെയാണ്. അപ്പം മുകളിലുള്ളതും നയാഗ്ര റിവർ ആണ്, താഴെ നമ്മൾ ബോട്ട് റൈഡ് പോകുന്നതും നയാഗ്ര റിവർ തന്നെയാണ്. അത് ഈ ലോവർ നയാഗ്ര റിവറിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ലേക്ക് ഒൻറ്റാറിയോ, അത് കഴിഞ്ഞ് പിന്നെ സെന്റ് ലോറൻസ് റിവർ, അത് കഴിഞ്ഞ് അത് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് അത് ഫൈനലി ചേരുന്നത്. അത് ഞാൻ അതിൻ്റെ ഒരു ഇത് ഇടാം കേട്ടോ, അതെങ്ങനെയാണ് ഏതൊക്കെ ലേക്കിൽ നിന്നാണ് വെള്ളം വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ആ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി പക്ഷികളെ കാണാം. കണ്ടോ നിങ്ങൾക്ക്? വെളുത്ത പക്ഷികളെ കണ്ടുകൂടെ? അതിങ്ങനെ വെള്ളത്തിൽ വന്നിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല നല്ല രസമാണ് ആ വ്യൂ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1846 ഈ ബോട്ട് കമ്പനി ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതിനകത്ത് പ്രിൻസസ് ഡയാനയും അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാം. റൂസ്വെൽറ്റും പ്രിൻസസ് ഡയാന, മൺറോ അങ്ങനെയുള്ളവരൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവരൊക്കെ പോയ ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഹോഷു ഫോൾസ്. ഇതിന്റെയാണ് പറഞ്ഞത് 10% നമ്മൾ US സൈഡിലും 90% കനേഡിയൻ ഇതിനകത്തുമാണ്. അപ്പൊ ഈ കനേഡിയൻ സൈഡിൽ നിന്നാണ് ഈ ഹോഷു ഫോൾസ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ താഴത്തെ ഇതുവരെ നമ്മൾ പോകാൻ പറ്റും, ബോട്ട് കൊണ്ടുപോകും. എന്നാന്നറിയോ, ഇതിനകത്ത് നമ്മൾ അവിടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നും കാണാം. ഇപ്പൊക്കെ നമുക്ക് കാണാം, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര, ഈ ബോട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടി ഒലയുന്ന പോലെ. കാരണം നല്ല ഈ ഇത്ര ഫോഴ്സിനകത്തല്ലേ വരുന്നത്. ഇതിനകത്തെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റും മറ്റേതിനേക്കാൾ കൂടുതലാണ്. ഇതിന് 167 ഫീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഹൈറ്റ്. അതുപോലെ തന്നെ 600,000 gallons per second ആണ് പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മറ്റേതിനേക്കാളൊക്കെ ഒരു 9 times ഒക്കെ കൂടുതൽ വെള്ളമാണ് ഈ ഹോഷു വാട്ടർഫോൾസിൽ വരുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ വെള്ളം എല്ലാം നമ്മുടെ മുഖത്തേക്ക് അങ്ങ് അടിക്കും. മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ മൊത്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മിണ്ടാനൊന്നും പറ്റത്തില്ല, വെള്ളം മിണ്ടിക്കഴിഞ്ഞ് വായയിലേക്ക് പോകും. പക്ഷെ ഈ വെള്ളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈലി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള നല്ല ശുദ്ധമായ വെള്ളമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ ഫിഷസും ഇതൊക്കെ എല്ലാം സർവൈവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഇതിനകത്ത് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഈ പറഞ്ഞ പോലെ ചെരുപ്പൊക്കെ ആണെങ്കിലും സ്ലിപ്പ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇടരുത്. കാരണം നമ്മളുടെ ഈ ബോട്ടൊക്കെ ആണെങ്കിലും ഈ വെള്ളത്തിന്റെ ഇതിനകത്ത് അങ്ങ് നന്നായിട്ടെല്ലാം നമ്മളും ഒക്കെ നമ്മളുടെ ഈ വാട്ടർ പ്രൂഫ് ഇതുള്ളതുകൊണ്ട് നമ്മൾ അത്ര നനഞ്ഞില്ലേലും ഇവിടെ ഫ്ലോറിംഗ് എല്ലാം നനയും. അപ്പൊ നിങ്ങൾ തെന്നുന്ന ചെരുപ്പുകളൊന്നും ഇടരുത് കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചോണം. അപ്പം അത്രയും ഇതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഇപ്പൊ ഈ സൈഡ്, ഇപ്പൊ നമ്മൾ വാട്ടർഫോൾ ഉള്ള സൈഡ് ഉണ്ടല്ലോ, ഇതാണ് അമേരിക്കൻ സൈഡ്, ന്യൂയോർക്കിന്റെ സൈഡ്. ഇപ്പൊ ഈ ഹോഷു ഫോൾസ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബോർഡറിലാണ് ഇരിക്കുന്നത്, അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിലാണ്. അപ്പൊ നമ്മള് ഈ ബോട്ട് റൈഡിന് പോകുമ്പോൾ ഈ ഫോൾസ് ഉള്ള വശം എന്ന് പറയുന്നത് US-ഉം മറ്റേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ കാനഡയുമാണ്. അപ്പൊ നമുക്കത് കാണാൻ പറ്റും.
പിന്നെ നമ്മൾ ഈ ബോട്ട് റൈഡ് ഇവിടം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അവർ ടേൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്യുന്നത്. അതാണ് അതാണ് ആ ബോട്ട് റൈഡിൽ ശരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം മൊബൈലിലൊക്കെ വെള്ളമാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒരു വാട്ടർ പ്രൂഫ് പൗച്ച് നമുക്ക് ഓൺലൈനിലൊക്കെ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അതൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് നമുക്കത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല, ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഇത് മൊത്തം വെള്ളം നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ നോക്ക്, നല്ല ഭംഗിയുള്ള ഇങ്ങനെ റെയിൻബോസ് ഒക്കെ, ഫുള്ളും റെയിൻബോസ് ആട്ടോ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം റെയിൻബോസ് ആണ്. പിന്നെ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം എന്ത് ഓളമാണെന്ന്. കാരണം ഇത്രയും ഫോഴ്സിൽ ഈ വെള്ളം വന്നു കഴിഞ്ഞുമ്പോഴുണ്ടല്ലോ, നല്ല ഇങ്ങനെ കിടന്ന് നന്നായിട്ട് ആടും ബോട്ടൊക്കെ, ഒലയും ഇങ്ങനെ കിടന്നിട്ട്. അപ്പം അതാണ് ഇതിപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ മുകളിലാണ് നമ്മൾ നിന്നത്. അപ്പം നമ്മൾ USID എന്നുള്ള ബോട്ട് റൈഡ് പോലെ തന്നെ ഇവർക്ക് കാനഡ സൈഡിൽ നിന്ന് ബോട്ട് റൈഡ് ഉണ്ട്. അപ്പം അതിൻ്റെ ഫ്ലാഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ പോഞ്ചോസിന്റെ കളറും ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഫ്ലാഗും. അത് ബോട്ടിന്റെ ഇതിനകത്തെ ഫ്ലാഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് അവര് കാനഡയിൽ നിന്നാണോ അതോ US ഉള്ള ഇതാണോ എന്ന്. അപ്പൊ സിമിലർ ട്രിപ്പ് തന്നെ നിങ്ങൾ ഈവൻ കാനഡ സൈഡിലേക്ക് വരികയാണെങ്കിലും സിമിലർ ആയിട്ട്, പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾക്ക് ഇതേ വ്യൂ തന്നെ കിട്ടും. അവരും കാനഡയിൽ നിന്ന് US സൈഡിലേക്ക് വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടാണ് അവർ പോകുന്നത്. അപ്പം അങ്ങനെ നല്ല ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അപ്പം നിങ്ങൾ നയാഗ്ര ഫോൾസിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ട്രിപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇത്രയും ക്ലോസർ വ്യൂ നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. നമുക്ക് അടുത്ത് പോയിട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഈ ബോട്ട് റൈഡിൻ്റെ ഈ നയാഗ്ര സ്റ്റേറ്റ് പാർക്കിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഡയറക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻജോയ് ചെയ്യാൻ ഈ നയാഗ്ര ഫോൾസ് ഒക്കെ കാണാൻ പോകുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലെ എക്സ്പീരിയൻസസ്. അപ്പം എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.